നവസുവിശേഷ വീഥിയിൽ തിരുസഭയുടെ ശുശ്രൂഷകൾക്ക് കരുത്തു നൽകുന്ന യുവ വൈദികരോടൊപ്പമാണ് ജോഷുവ എന്ന ഈ പ്രോഗ്രാമിന്റെ സഞ്ചാരം. ഇന്നിന്റെ ആകാശത്തെ തിരിച്ചറിഞ്ഞ് പുതിയ മഴവില്ലുകൾ എഴുതുന്നവർ, ഇന്നിന്റെ വഴിത്താരകൾ തിരിച്ചറിഞ്ഞ് പുത്തനാശയങ്ങൾ രൂപീകരിക്കുന്നവർ. ഇത് ഫാദർ ഡാനി കപ്പൂച്ചിൻ. വ്യത്യസ്തതയാർന്ന അനേകം ആശയങ്ങളിലൂടെ ക്രിസ്തു സ്നേഹം അനേകർക്ക് വിളമ്പി നൽകുന്ന വൈദികൻ. നവമാധ്യമമായ വാട്സപ്പിലൂടെ ദിനവും രാവിലെ ഡാനിയച്ചൻ നൽകുന്ന വചന സന്ദേശം ഡേ ലൈറ്റ് അനേകർക്ക് ആശ്വാസമേകുന്ന ശുശ്രൂഷയായി ഈ കാലഘട്ടത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. മികച്ച ധ്യാനഗുരുവും എഴുത്തുകാരനായും ശ്രദ്ധേയനായ ഡാനിയച്ചൻ തന്റെ ആത്മീയ അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നു. ഡാനിയച്ച, ജോഷു എന്ന ഈ പ്രോഗ്രാമിൻ്റെ അച്ഛനോടൊപ്പമുള്ള രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ശലോം ടി വിയുടെ ഈ ജോഷു പ്രോഗ്രാമിൻ്റെ ആദ്യ എപ്പിസോഡിൽ അച്ഛൻ പങ്കുവച്ചത് ഏറെ ഹൃദ്യമായിരുന്നു. ഫാദർ ഡാനി കപ്പൂച്ചൻ കൊല്ലത്ത് കണ്ടച്ചിറ എന്ന ഇടവകയിൽ അപ്പച്ചനും അമ്മച്ചിയും 3 മക്കളുള്ളൊരു കുടുംബം. അച്ഛൻ്റെ 2 സഹോദരങ്ങൾ വിവാഹിതരാണ്. അച്ഛൻ അതിനുശേഷം ദൈവം നടത്തിയ വഴികളിൽ ഒരുപക്ഷെ ഒരു കപ്പൂച്ചൻ വൈദികനാകണം എന്ന ആ ഒരു വലിയ ആഗ്രഹത്തിൽ തമ്പുരാൻ അച്ഛനെ നടത്തിയ വഴി, ആ ഒരു പരിപാലനയുടെ ഒരു വലിയ സാക്ഷ്യമാണ് ഇന്ന് അച്ഛൻ ഒരു കപ്പൂച്ചൻ വൈദികനായിരുന്നു കൊണ്ട് ലോകത്തിന് മുഴുവൻ വെളിച്ചം പകരുന്നത്. അച്ഛൻ്റെ ജീവിത രീതി ദൈവം നയിച്ച ആ പ്രത്യേകതകളും, പ്രത്യേകിച്ച് അച്ഛൻ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഒരു മൗനത്തിലേക്കുള്ള അച്ഛൻ്റെ ഒരു പ്രത്യേകമായ ദൈവത്തിൻ്റെ ഒരു നയിക്കൽ, ഒരു മൗനം എന്ന് പറയുന്നത് എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് ദൈവം അച്ഛന് ബോധ്യപ്പെടുത്തിയതും. ഇന്ന് അച്ഛൻ മൗനത്തെക്കുറിച്ച് തന്നെ ഒരു പുസ്തകം എഴുതിയ കാര്യം പറയുന്നു. ആ മൗനത്തിൽ യേശുക്രിസ്തു അച്ഛൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കുന്ന ധാരാളം ചിന്തകളാണ് പിന്നീട് ഒരു വചനപ്രഘോഷണത്തിൽ അച്ഛൻ ഉപയോഗിക്കാൻ സാധ്യമാകുന്നത്. എല്ലാം അച്ഛൻ പല കാര്യങ്ങൾ ദൈവം അച്ഛൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് സാധാരണ ആളുകൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ദൈവപരിപാലനയും ദൈവസ്നേഹത്തെക്കുറിച്ചൊക്കെ പറയാൻ പറ്റുന്നത് എന്ന് അച്ഛൻ പറഞ്ഞ ഉദാഹരണം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ക്യാൻസർ വന്നിട്ട് സുഖപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹം പോലെ തന്നെയാണ് ക്യാൻസർ വരാതെ നോക്കുന്ന ദൈവസ്നേഹവും എന്നുള്ള ആ ഒരു ചിന്ത വളരെ വളരെ ഹൃദ്യം. ഒരുപക്ഷെ സാധാരണ നമ്മുടെ ജീവിതത്തിലേക്ക് കണ്ണു തുറന്ന് നോക്കിയാൽ അപ്പോൾ ഓരോ നിമിഷവും ദൈവസ്നേഹത്തിൻ്റെ സമയമാണ്. അതെ, ഒത്തിരി നല്ല ഹൃദ്യമായ ഷെയറിംഗ് ആയിരുന്നു. വെച്ചാൽ നമ്മൾ അവസാനം പറഞ്ഞു നിർത്താൻ ശ്രമിച്ചിരുന്നത് അച്ഛൻ്റെ ഒരുപക്ഷെ കാലിൻ്റെ ഒരു ശാരീരിക ബുദ്ധിമുട്ടുകളും മറ്റു വൈകല്യങ്ങളും ഒക്കെ ഉള്ളപ്പോഴും ഇതൊന്നും അച്ഛനെ തടസ്സപ്പെടുത്തിയിട്ടില്ല. ദൈവ ശുശ്രൂഷ രംഗത്ത് അച്ഛനിലെ ആനന്ദത്തിന് ഇതൊന്നും ഒരു കുറവ് വരുത്തിയിട്ടില്ല. എന്നും അച്ഛൻ ആ സന്തോഷത്തിൽ ആനന്ദത്തിലായിരിക്കാൻ ദൈവം അനുവദിച്ചിട്ടുണ്ടോ എന്നാണ്. അച്ഛൻ വചനപ്രഘോഷണവുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ അച്ഛൻ ഷെയർ ചെയ്തു. പക്ഷെങ്കിലും വചനപ്രഘോഷണത്തോട് ബന്ധപ്പെട്ട് തന്നെയുള്ള മറ്റു അച്ഛൻ്റെ ഒരു ഇനിഷ്യേറ്റീവിനെ കുറിച്ചാണ് അച്ഛൻ ഈ എപ്പിസോഡിൽ പറയണമെന്ന് എനിക്ക് തോന്നുന്നത്. അച്ഛന് ഡേ ലൈറ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യം, അച്ഛൻ്റെ ഒരു പ്രത്യേകിച്ച് ബൈബിളിൻ്റെ ആദ്യ ഉൽപ്പത്തി മുതൽ ഉള്ള ഭാഗങ്ങളെ നിന്ന് തുടങ്ങി ഓരോ ദിവസവും ചില വചന ചിന്തകൾ അച്ഛൻ പങ്കുവയ്ക്കുന്ന ഒരു 4 മിനിറ്റിൻ്റെ വരുന്ന ഒരു അച്ഛൻ്റെ ഒരു വചന പ്രഘോഷണമാണ്. ചെറിയൊരു ഒരു ഓഡിയോ ഇതാണ് നമ്മൾ വാട്സാപ്പിൽ അച്ഛൻ വലിയൊരു നെറ്റ്വർക്കിൽ നിന്ന് ഷെയർ ചെയ്യപ്പെടുന്നു. ഒത്തിരി ആളുകൾ അച്ഛൻ്റെ ഡെയിലിയുള്ള ഈ ഡേ ലൈറ്റ് റിഫ്ലക്ഷൻസ് കേട്ട് വളരെ ഹൃദ്യമാണെന്ന് പറഞ്ഞു. ഞാനും അത്തരത്തിൽ കേട്ടിട്ടുണ്ട്, എനിക്ക് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എന്താ അച്ഛൻ അതിൻ്റെ എന്താ അച്ഛൻ അത് ചെയ്യുന്നത്, എന്താ അതിൻ്റെ പ്രചോദനം എന്നൊന്ന് പറയാം. എല്ലാം എനിക്ക് മനസ്സിലാകുന്നത്, നമുക്ക് അറിയാത്തൊരു കാര്യം നമ്മളെക്കൊണ്ട് ദൈവം ചെയ്യിക്കുന്നു, നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്തൊരു കാര്യം ചിന്തിപ്പിക്കുന്നു, പുതിയ മേഖലയിലൂടെ നടത്തുന്നു. ശരിക്കും ഈ വാട്സാപ്പിലൂടെ ഇങ്ങനെ പ്രസംഗിക്കുന്നു പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊന്നും ആയിട്ട് തീരെ ബന്ധമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. ഈ വാട്സാപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നല്ലാതെ ഇങ്ങനെയുള്ള ടെക്നിക്കലായിട്ട് ഞാൻ വളരെ പിറകിലോട്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാകുന്നു, അറിയാത്ത കാര്യങ്ങളിൽ ചെന്ന് പെടുമ്പോൾ ഇത് ദൈവം കൊണ്ട് എത്തിക്കുന്നതാണ്. അതിന് സ്വാഭാവികമായ ചില വഴികൾ ഉണ്ടാകുന്നു. ഒരു ചെറിയൊരു കാരണം പറഞ്ഞാൽ, എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ബേബി എന്ന് പറയുന്ന സുഹൃത്ത്, എൻ്റെ മൊബൈൽ കേടായപ്പോൾ അത് കണ്ടിട്ട് ഒരു മൊബൈൽ എനിക്കിങ്ങനെ വാങ്ങിച്ചു തരുന്നു. അതൊരു വലിയ മൊബൈൽ. ഈ മൊബൈൽ വെച്ച് എന്ത് ചെയ്യും എന്നോർത്തപ്പം എന്തെങ്കിലും ഉപകാരം ഉണ്ടാകട്ടെ എന്നൊരു പ്രസംഗം ഒരു 3 മിനിറ്റ് അയക്കുന്നു. അത് കേട്ട 2-3 പേർക്ക് ഇഷ്ടപ്പെടുന്നു. അത് കൊള്ളാം, നാളെയും കൂടെ അയച്ചു തരുമെന്ന് ചോദിക്കുന്നു. അങ്ങനെ എന്നാൽ ഉൽപ്പത്തി മുതലാകാമെന്ന് കരുതുന്നു. അതിനിടയ്ക്ക് ഒരു സംഭവം എടുത്തു പറയാനായിട്ട് തോന്നിയത്, ഞാനൊരു തമാശ കണക്കെ അല്ലെങ്കിൽ
ഒരു സാധാരണ സംഭവം കണക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നാളെ ഇന്നൊരു വിഷയം പറയാമെന്ന് കരുതുന്നു. പിറ്റേ ദിവസം ഞാൻ രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഒരു വരി പറഞ്ഞുകൊണ്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്: ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അതെന്നെ ചിന്തിപ്പിക്കുക. ഇതെന്താണ് എൻ്റെ മനസ്സിൽ? എഴുന്നേറ്റ് ഞാൻ ചിന്തിക്കുകയല്ല, ചിന്തിച്ചുകൊണ്ട് എഴുന്നേൽക്കുകയാണ്. ഇതെന്താണ്? അപ്പോൾ എൻ്റെ മനസ്സിൽ കിട്ടിയത്, ഞാനൊരു ചിന്ത പറയാനിരിക്കുന്നു, ഇതിൻ്റെ ഇടയ്ക്കൊന്ന് മിസ്സായി പോയിരിക്കുന്നു. ദൈവം അതെന്നെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഡയലൈറ്റ് എൻ്റെതല്ല, ദൈവത്തിൻ്റെതാണ്. ഇന്ന് ഈ കാലഘട്ടത്ത് വിരൽത്തുമ്പിൽ എല്ലാവർക്കും അറിവുകൾ കിട്ടുന്നു എന്ന് പറയുമ്പോൾ വിരൽത്തുമ്പിൽ കിട്ടേണ്ട അറിവ് ദൈവവചനത്തെക്കുറിച്ച് തന്നെയാണ്. അങ്ങനെ ഞാൻ കുറേ കൂടെ അതിനുവേണ്ടി റെഗുലറാകാനും കുറച്ച് സമയം ചിലവഴിക്കാനും ശ്രമിച്ചു. അങ്ങനെ ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ജോബിൻ്റെ പുസ്തകം അവസാനിച്ചു. ഇന്നിപ്പോൾ സങ്കീർത്തനം 2-ാം അധ്യായത്തിൽ ഒരു വചനം ഇന്ന് രാവിലെ എല്ലായിടത്തും വെച്ചു. അത് പെട്ടെന്നങ്ങ് വ്യാപിച്ചു, ലോകം മുഴുവൻ ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ വ്യാപിച്ചു. ഞാനിപ്പോൾ പുറത്ത് ധ്യാനിപ്പിക്കാൻ ഗൾഫിലോ എവിടെയെങ്കിലുമൊക്കെ ചെന്നാലും അവിടെയുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ കൂടുതൽ പുറത്തൊത്തിരി വ്യാപിച്ചു. അതിൽ നിന്നൊരു ദൈവത്തിൻ്റെ ഒരു സ്പർശനം അതിലുണ്ടായിരുന്നു. മാധ്യമങ്ങളിലൂടെ സുവിശേഷം എത്തിക്കണം, അതിനുവേണ്ടി കർത്താവ് എന്നെ പ്രത്യേകം കണ്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തൊരു ഒരു സമയബന്ധിതമായ അല്ലെങ്കിൽ സമയത്തിന് ചേർന്ന സമയോചിതമായ ഒരു കൃത്യമായൊരു ശുശ്രൂഷയാണ്. കാരണം ഇന്ന് വാട്സാപ്പ് ഒരു മിനിറ്റ് കൊണ്ട് ലോകം മുഴുവൻ ഇതെത്തും. ആർക്കും എവിടെ ഇരുന്ന് എന്തും പറയാം. അതുപോലെ എല്ലാവരും അതിനകത്താണ്. ഒരുപക്ഷെ നമ്മളൊരു സാധാരണ പണ്ടൊക്കെ നമ്മളിങ്ങനത്തെ എന്തെങ്കിലും കാര്യമൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ സാധാരണക്കാർ റെസിസ്റ്റ് ചെയ്യും. ഇതൊക്കെ വലിയ വലിയ ആൾക്കാർക്കുള്ള പരിപാടിയാണ്. ഇന്ന് അങ്ങനെയൊന്നും അല്ലല്ലോ. ഇന്ന് ഏത് സാധാരണക്കാരായ ഒരു മനുഷ്യനും, ഒരു കൂലിപ്പണിക്കാരനായിട്ടുള്ളവന്, ഒരു കൃഷിക്കാരനായിട്ടുള്ളവന്, ഒരു വീട്ടിലിരിക്കുന്ന സാധാരണ ഒരു കുടുംബിനിയായ ഒരു ചേച്ചി പോലും ഇന്ന് വാട്സാപ്പ് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ. അത്രമാത്രം പോപ്പുലറായിക്കൊണ്ടിരിക്കുന്ന ഒരു മീഡിയയെ ഏറ്റവും വലിയ സത്യത്തിനു വേണ്ടി, നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള ആ ഒരു ശുശ്രൂഷ എന്ന് പറയുന്ന അച്ഛൻ പറഞ്ഞു തന്നെ സത്യം. ഇത് അച്ഛൻ്റെ അല്ല, ദൈവത്തിൻ്റെ ആണെന്ന് അച്ഛൻ പറഞ്ഞ ആ ബോധ്യത്തിൽ നിന്നാണ് ഇത്. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. അച്ഛൻ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇത്തരം ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ഈ വചനം ഇങ്ങനെ നമുക്ക് കൊടുക്കാം അല്ലേ? അപ്പോൾ അങ്ങനെ കൊടുക്കും. പക്ഷേ അച്ഛൻ്റെ പല ഷെയറിങ്സിലും ഞാൻ കേട്ടിട്ടുണ്ട്, അച്ഛനത് പറയും എന്ന് ഞാൻ വിചാരിക്കുന്നു, ഞാൻ ചോദിക്കാതെ തന്നെ. എങ്കിലും ഞാൻ അതിൻ്റെ ഒരു ഇത് പറയുന്നത്, ഈ ഓരോ ദിവസവും ഈ ദൈവവചനം അച്ഛൻ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വിടുമ്പോഴും, അച്ഛൻ ഈ ദൈവവചന പ്രസംഗങ്ങൾ നടത്തുമ്പോഴും, അച്ഛൻ്റെ പുസ്തകങ്ങൾ എഴുതുമ്പോഴും ഒക്കെയും ഇത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനെ പോലെ തന്നെ അതിനേക്കാൾ ഉപരി അച്ഛനിൽ വലിയ സ്വാധീനങ്ങൾ ഉണ്ടാക്കുന്നില്ലേ? ഏറ്റവും പ്രധാനമായിട്ട് അതാണ് എനിക്ക് മനസ്സിലായത്. ഈ ഡേ ലൈറ്റ് എന്ന് പറയുന്ന ബൈബിൾ പ്രസംഗം ഉൽപ്പത്തി മുതൽ ഇങ്ങനെ അവസാനം വരെ ഇങ്ങനെ ചെയ്ത് ആൾക്കാർക്ക് കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പരസ്യമായിട്ടും രഹസ്യമായിട്ടും പറയാനുള്ള കാര്യം, എന്നെക്കൊണ്ട് കർത്താവ് ബൈബിൾ വായിപ്പിക്കാൻ ചെയ്യുന്നൊരു പരിപാടിയായിട്ടാണ്. കാരണം നമ്മൾ ബൈബിൾ പല കാലത്തും വായിച്ചിട്ടുണ്ട്. ആ വായിച്ച ബൈബിൾ കൊണ്ട് നമ്മൾ ചിന്തകൾ കിട്ടുന്നു, പ്രസംഗിക്കുന്നു. പിന്നെ പ്രസംഗം ഒഴിഞ്ഞിട്ട് നേരം കിട്ടുന്നില്ല ബൈബിൾ വായിക്കാൻ, അല്ലെങ്കിൽ ധ്യാനത്തിനിരിക്കാൻ, മൗനത്തിലേക്ക് പോകാൻ. അപ്പോൾ കർത്താവ് നമുക്കൊരു ഓഡിയൻസിനെ കൊണ്ടുതരുന്നു, ചെയ്യാൻ പറയുന്നു. അങ്ങനെ ചെയ്തു പോകുന്നതോടെ എനിക്ക് പിന്നീട് മനസ്സിലാകുന്നത്, ഇതാദ്യം എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയൊരു പരിപാടിയാണ്. കാരണം ഈ ഡേ ലൈറ്റ് എനിക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ചെയ്യുന്നത്, ആർക്കും വേണ്ടിയിട്ടല്ല. പക്ഷേ അതിന് രണ്ടാമത്തൊരു ഗുണം, ചെയ്ത സ്ഥിതിക്ക് ആൾക്കാർക്കും കിട്ടട്ടെ എന്നുള്ളതാണ്. എനിക്ക് വേണ്ടി ചെയ്തെന്ന് പറയുമ്പം എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. അതെൻ്റെ മനസ്സിൽ പ്രബലമായിട്ട് നിൽക്കുന്നു. ഇപ്പോൾ ഒരു ദിവസം ഡേ ലൈറ്റ് ചെയ്തതിൻ്റെ പ്രായോഗികമായ കാരണങ്ങളാൽ പല ദിവസവും ചെയ്യാൻ പറ്റത്തില്ല, മറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഒരു ദിവസം അത് ചെയ്തില്ല എങ്കിൽ അത് മറ്റാർക്കുമല്ല, നഷ്ടം എനിക്കാണ്. അതിനെക്കുറിച്ച് എനിക്ക് ബൈബിളിൽ നിന്നും പറയാനുള്ള ഈ ഒരു അനുഭവം എന്നെക്കുറിച്ച് തന്നെ ചിന്തിക്കുമ്പോൾ ഞാൻ ഓർക്കുന്ന ബൈബിൾ ഇതാണ്. മോശ ആൾക്കാരെയും കൂട്ടി മരുഭൂമിയിലൂടെ പോയി. ഈ യാത്രയിൽ ഒന്നാമത്തെ ഗുണം ചെയ്തത് മോശയ്ക്കാണ്. കാരണം മോശ ഒരാളെ തല്ലിക്കൊന്ന് മണലിൽ കുഴിച്ചിട്ടിട്ട് പോയ അത്ര ക്ഷിപ്രകോപിയായ ആളാണ്. പക്ഷേ ഇത്രയും വലിയ ആൾക്കാരെ നയിച്ച് അവസാനം മോശയെക്കുറിച്ച് പറയുന്നത്, ഭൂമിയിൽ ഇദ്ദേഹത്തെപ്പോലെ സൗമ്യനായിട്ട് ഒരാളുണ്ടായിരുന്നില്ല, ക്ഷമ പഠിച്ചു. അതെ, ദൈവം സുഹൃത്തിനോടെന്ന പോലെ സംസാരിച്ചു. ആ സമയം മുഴുവനും ഇസ്രായേൽക്കാർ
പഴയ സ്വഭാവം തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ എപ്പോഴും പരിതപിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഇടവകയച്ചൻ ഒരു ദിവസം എന്നോട് ഒരു സങ്കടം പറഞ്ഞതാണ്, അച്ഛാ മനസ്സ് മടുക്കുന്നു, എത്ര കിടന്ന് നമ്മൾ അധ്വാനിച്ചിട്ടും ഈ ഇടവകയിൽ ആൾക്കാർക്കൊരു മാറ്റവും ഇല്ല. അങ്ങനെ മനസ്സ് മടുത്തിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ്, അച്ഛാ അച്ഛനെ ഇടവക ഏൽപ്പിച്ചിരിക്കുന്നത് ആൾക്കാർക്ക് മാറ്റം ഉണ്ടാകാനല്ല, അച്ഛന് മാറ്റം ഉണ്ടാകാനാണ്. ആൾക്കാരെ മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ലെന്ന് മനസ്സിലായി അച്ഛൻ ദൈവത്തിൽ ആശ്രയിക്കുകയും ആദ്യം അച്ഛൻ മാറുകയും പുറകെ ആൾക്കാർ വരികയും ചെയ്യും. ഇതാണ് ഇതിൻ്റെയൊക്കെ ഒരു സത്യം. നമ്മളെ ഏറ്റെടുക്കുന്ന, നമ്മളെ ദൈവം ഏൽപ്പിക്കുന്ന പരിപാടിയിലൂടെ നമ്മളെ തന്നെ ദൈവം നവീകരിച്ചുകൊണ്ടിരിക്കുന്നു. അത് 5 അപ്പം അനേകർക്ക് വർദ്ധിപ്പിച്ചതുപോലെ വർദ്ധിപ്പിക്കപ്പെടാൻ ഒരു 5 അപ്പം ഉണ്ടാകണം. ആ 5 അപ്പം ഞാനാണ്. അത് പിന്നെ ദൈവം വർദ്ധിപ്പിക്കും. അതാണ് ഈ ഇതിലൂടെ എനിക്ക് മനസ്സിലാകുന്നത്. അല്ല, വലിയൊരു ദൈവാശ്രയത്വത്തിൻ്റെ ഒരു തലത്തിലാണ് അച്ഛൻ പറഞ്ഞ് അവസാനിപ്പിച്ചത്. കാരണം ഇത് നമ്മളുടെ ഒരു പ്രാഗൽഭ്യത്തിനും കഴിവിനും അപ്പുറത്ത് ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ ദൈവം എത്ര ഭംഗിയായിട്ടാണ് ഓരോ ശുശ്രൂഷ ഉപയോഗിക്കുന്നത്. ഞാൻ അച്ഛനിത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഇന്ന് കേരളത്തിലെ, ലോകത്തിലെ ഓരോ വൈദികർക്കും തീർച്ചയായിട്ടും ഇതുപോലെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ ചെയ്യുന്ന ധാരാളം വൈദികരുണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ അവരായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ലോകം മുഴുവൻ ഇതുപോലെ വചനത്തിൻ്റെ വെളിച്ചം കൊടുക്കാൻ പറ്റുന്ന എത്രയോ ഉപാധികളുണ്ടാകാം. നമുക്ക് എണ്ണി പറയാൻ പറ്റിയിട്ടല്ല, പക്ഷേ ദൈവം ഓരോരുത്തർക്കും അങ്ങനത്തെ ഇൻസ്പിറേഷൻസ് കൊടുക്കുന്നുണ്ടാവാം. ഇത് പലരും കേൾക്കാതെ പോകുന്നത് കൊണ്ടും കാണാതെ പോകുന്നതുകൊണ്ടും ഇന്ന് ധാരാളം സാധ്യതകളില്ലാതെ പോകുന്നതെന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ ഈ സമയത്ത് തോന്നുക. അച്ഛൻ്റെ, ഞാൻ മറ്റൊരു തലത്തിലേക്കും കൂടി, അച്ഛൻ്റെ ശുശ്രൂഷകളിൽ മറ്റു പ്രധാനപ്പെട്ടൊരു മേഖലയാണ് അച്ഛൻ്റെ പുസ്തകങ്ങൾ. മൗനം എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞു. അച്ഛൻ്റെ മറ്റു പുസ്തകങ്ങളെക്കുറിച്ചും കൂടെ ഒന്ന് പറയാമോ അച്ഛൻ? ആദ്യത്തേത് ഒരു നോവലാണ്, ഒരു വളരെ ചെറിയൊരു പുസ്തകം. അത് ഞാൻ അച്ഛനങ്ങനെ ദൈവശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എഴുതിയ ഒരു നോവൽ, ദൈവം പെയ്തിറങ്ങും. അതാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് പ്രകാശത്തിൻ്റെ നിഴൽ. അത് വിശുദ്ധ പത്രോസിൻ്റെ ജീവിതം മാത്രം ആസ്പദമാക്കിയിട്ടുള്ള ഒരു ശിഷ്യത്വത്തിൻ്റെ, ഒരു യഥാർത്ഥ ശിഷ്യനെ ക്രിസ്തു അഹം കൊഴിച്ച് രൂപപ്പെടുത്തിയെടുക്കുന്നതിൻ്റെ ഒരു ആവിഷ്കരണം ആയിട്ടാണ് 2 പുസ്തകങ്ങൾ. മൂന്നാമത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ മൗനം, അത് കുറച്ച് ലേഖനങ്ങളാണ്. ഈ പ്രകാശത്തിൻ്റെ നിഴലിനെ കുറിച്ച് അച്ഛന് എന്തെങ്കിലും കുറച്ചുകൂടെ ഒന്ന് പറയാം? ഈ പത്രോസിൻ്റെ കാര്യം പരാമർശിച്ചതുകൊണ്ട് ഞാനും ആ പുസ്തകം കുറച്ച് വായിച്ചിട്ടുണ്ട്. അതിൻ്റെ ചില റിഫ്ലക്ഷൻസ് അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ പത്രോസ് ലീഹായെക്കുറിച്ചും പൗലോസ് ലീഹായെക്കുറിച്ചൊക്കെ നമ്മൾ ധാരാളം കാര്യങ്ങൾ, ധാരാളം വചനപ്രഘോഷണങ്ങൾ കേട്ടിട്ടുണ്ട്. എങ്കിലും പത്രോസിൻ്റെ ചില ജീവിതത്തിലേക്ക് സാധാരണ മനുഷ്യന് മനസ്സിലാകുന്ന വിധത്തിലുള്ള ചില റിഫ്ലക്ഷൻസിലൂടെ അച്ഛൻ സംസാരിക്കുക. എന്തെങ്കിലും അച്ഛന് കൂടുതൽ പറയാൻ തോന്നുന്നുണ്ടോ? പത്രോസിനെ കുറിച്ച് പറഞ്ഞാൽ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഉദ്ദേശിക്കുന്ന, ഒരു മനുഷ്യൻ അവസാനിക്കുന്നിടത്തു നിന്നാണ് ദൈവം ആരംഭിക്കുന്നത്. പത്രോസ് എന്ന് പറയുന്ന ഒരാൾ ഒരു സ്വർഗീയ വെളിപാട് പറഞ്ഞതോടുകൂടെ അയാൾ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏതാണ്ട് പ്രമുഖനായി മാറുകയും, പിന്നെ പത്രോസിനെ നിരീക്ഷിച്ചാൽ എല്ലാ രംഗങ്ങളിലും പത്രോസ് എന്തെങ്കിലും ഒന്ന് പറയാതിരിക്കാൻ പറ്റാത്ത ഒരാളാണ്. ഒരു നല്ല കാര്യം ചെയ്താൽ, നിയമം പാലിച്ചാൽ 7 പ്രാവശ്യം ക്ഷമിച്ചാൽ പോരെ. ഒരു പ്രാർത്ഥനാനുഭവം കണ്ടാൽ കൂടാരമടിക്കാം. പിന്നെ പാദം കഴുകാൻ ചെന്നാൽ അരുത്. പത്രോസിൻ്റേതായ ഒരു പ്രൊജക്ഷൻ എപ്പോഴും ഉള്ള ഒരാളാണ്. ക്രിസ്തു കൂടെ കൊണ്ട് നടക്കുകയും ഇതിന് കർശനമായ താക്കീത് കൊടുക്കുകയും അവസാനം ഈ പത്രോസ് പഴയ വഞ്ചിയും എടുത്ത് പോവുകയാണെന്ന് പറഞ്ഞാൽ അയാൾക്കൊരു കാര്യം മനസ്സിലായി, ഇതെനിക്ക് പറ്റിയ പണിയല്ല. ഇത്രയും നാളിങ്ങനെ നടന്നതൊക്കെ ഒരു സ്വപ്നം. കർത്താവ് തന്നെയും പരാജയപ്പെട്ടു പോയിരിക്കുന്നു. അവൻ പിന്നെ എന്തിനാണ് നമ്മളെ ഈ ചതിച്ചത്? അതൊക്കെ ആയിരിക്കാം. അങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് ഇനി ഒന്നുമില്ല, മീൻ പിടിക്കാനല്ലാതെ വേറൊന്നുമില്ല, അങ്ങനെ ഉപേക്ഷിച്ച് പോയപ്പോഴാണ് തീരത്ത് പിന്നെയും ക്രിസ്തു എത്തുന്നത്. അവിടെ വെച്ചാണ് പത്രോസ് തിരിച്ചു കയറി തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അവസാനിക്കുന്നിടത്തുനിന്ന് ദൈവം ആരംഭിക്കുന്നു. ഈ ശുശ്രൂഷാ മേഖലകളിൽ കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്, കൃത്യമായിട്ട് കാര്യം നടക്കണമെങ്കിൽ ഞാൻ അവസാനിക്കുന്നിടത്തുനിന്നേ ദൈവം ആരംഭിക്കും. ഞാനിപ്പോൾ ഒരു സഹോദരി ഇത് പ്രകാശത്തിൻ്റെ നിഴൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ പേര് ഞാൻ പറഞ്ഞേക്കുന്നത് ഏകദേശം നമുക്ക് ഈ പേരിടാവുന്ന, ദ എൻഡ് ഈസ് ദ ബിഗിനിങ്. എൻ്റെ ഒരു രത്ന ചുരുക്കം പറഞ്ഞ ഇതാണ്, ഞാൻ അവസാനിക്കണം, അവിടുന്ന് പരിശുദ്ധാത്മാവ് ആരംഭിക്കും. ശരിക്കും ദൈവമഹത്വം
പ്രകടമാക്കപ്പെടേണ്ട ശുശ്രൂഷകൾ പലതും ഒരു വ്യക്തികളുടെ ഒരു പ്രൊജക്ഷനായി മാറിപ്പോകുന്ന അപകടകരമായ സാഹചര്യങ്ങളും ഇന്ന് ക്രിസ്തീയ തലങ്ങളിൽ കത്തോലിക്ക സഭയിലും ഒക്കെ പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. അച്ഛനീ പറയുന്നത് വളരെ വളരെ ഹൃദ്യമാണ്. അത് പ്രത്യേകിച്ച് ഒരു വൈദികൻ എന്ന നിലയിൽ അച്ഛൻ്റെ ജീവിതത്തിലൂടെ അത് വളരെ ഭംഗിയായി കാണിച്ചുകൊണ്ട് അത് പറയുമ്പോൾ അത് കുറച്ചുകൂടെ ഒരു വളരെ ഹൃദ്യമായൊരു കാര്യമാകുന്നു. കാരണം ശുശ്രൂഷയിൽ ദൈവ ശുശ്രൂഷ നടക്കുന്നത് ഞാനില്ലാതാവുകയും ദൈവം പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു സ്ഥലത്താണ്. വളരെ എന്ന് വെച്ചാൽ അച്ഛൻ ഈ നാളുകളിൽ അച്ഛൻ മറ്റൊരു ശുശ്രൂഷ മേഖലയിലേക്ക് ചില ശ്രദ്ധ തിരിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ചൊരു സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട് ഞാൻ സിനിമ കാണുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില നല്ല സിനിമകൾ സെലക്റ്റീവായി കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ്, കുടുംബത്തോടൊപ്പം പ്രത്യേകിച്ച്. അതുകൊണ്ട് തന്നെ അച്ഛൻ ഇത് കേൾക്കുമ്പോൾ എനിക്കൊരു ആകാംക്ഷയുണ്ട്. കാരണം പലപ്പോഴും ധാരാളം നല്ല സിനിമകളുണ്ട്, എന്നിരിക്കലും ഒത്തിരി സിനിമകളും പലപ്പോഴും വേണ്ടതുപോലത്തെ അങ്ങനത്തെ ഒരു നല്ല സെലക്ഷൻ നമുക്ക് പറ്റാതെ പോകുന്ന ധാരാളം സാഹചര്യങ്ങളും ഉണ്ട്. പക്ഷേ അതിൻ്റെ മറ്റ് പല വശങ്ങളും കലാപരമായ പല വശങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ നമ്മുടെ ഒരു മൂല്യാധിഷ്ഠിതമായ ഒരു സാഹചര്യങ്ങളിൽ നോക്കുമ്പോൾ നമുക്ക് ചുരുക്കം ചില സിനിമകളാണ് അത്തരത്തിലൊരു ഇതിൽ കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷേ അച്ഛൻ ഇന്ന് ഒരു സിനിമാ ഫീൽഡുമായി ബന്ധപ്പെട്ട ചില ചിന്തകളിലേക്കൊക്കെ ഉണ്ട്. അതെന്താണെന്ന് അച്ഛൻ തന്നെ ഒന്ന് പറയുവാണെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഒത്തിരി ഒരു പ്രായോഗികമായ ഒരു വ്യക്തമായ ഒരു തീരുമാനത്തിലേക്കോ സാധ്യതയിലേക്കോ ഒന്നും എത്തിയിട്ടില്ല. എന്നാലും ഞാനൊരു തിരക്കഥ എഴുതി പൂർത്തിയാക്കിയിട്ടുണ്ട്. അത് തുടർന്നത് സിനിമയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണത്തിലാണ്. എൻ്റെ മനസ്സിൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെയാണ്. അതായത് നമ്മളിങ്ങനൊരു സ്വസ്ഥമായ ഒരു ഏരിയയിലേക്ക് ഒതുങ്ങാതെ, ഒരു അച്ഛനെന്ന നിലയ്ക്ക് ഇത്ര കൂടുതൽ ചിന്തിക്കുകയും കഥകളുണ്ടാക്കി എഴുതുകയും ഒന്നും ചെയ്തില്ലെങ്കിലും ആവശ്യത്തിന് പ്രസംഗങ്ങളും കുമ്പസാരങ്ങളൊക്കെ കേട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. പക്ഷേ മാത്രമല്ല അച്ഛൻ ഒരു അച്ഛൻ ഈ സിനിമ പണിക്ക് പോകേണ്ട കാര്യമുണ്ടോ അല്ലേ? അതെ. അപ്പോൾ അതിനെക്കുറിച്ച് അതൊരു നിർണായകമായ ചോദ്യമാണ്. അപ്പോൾ എനിക്ക് ഉത്തരം പറഞ്ഞ ഒരു അച്ഛനാണ് ഇതിന് പോകേണ്ടതെന്നാണ്. കാരണം മാർപ്പാപ്പയുടെ വാക്കിൽ പറഞ്ഞു തുടങ്ങാമെന്നായിരുന്നു. എന്തുകൊണ്ടൊരാളൊരു പൊതുരംഗത്തേക്ക് സിനിമയിലേക്ക് ഒക്കെ പോകണം എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പ പറഞ്ഞ ചില കാര്യങ്ങളൊരു ചെറിയ ചിന്തയായിട്ട് ഓർമ്മ നിൽക്കുന്നതാണ്. മക്കളെ അന്വേഷിച്ച് തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു അമ്മയാണ് സഭ. അതുമല്ലെങ്കിൽ യുദ്ധക്കളത്തിലെ ആശുപത്രിയാണ്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലേക്ക് ആൾക്കാർ വരുന്നത് പോലെയല്ല, യുദ്ധക്കളത്തിലെ ആശുപത്രി. അതായത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലേണ്ട ഒരു സമയം. നമ്മളിങ്ങനെ നമ്മുടെ അടുക്കിലേക്ക് വരുന്നവരോട് പറഞ്ഞു, പുതിയ പേരിട്ട് പിന്നെയും പറഞ്ഞു, അങ്ങനെ പറഞ്ഞു കേട്ടവർ പിന്നെയും കേട്ടു. നമുക്ക് ഇറങ്ങിച്ചെല്ലാനൊരു മേഖല. മറ്റൊരു വാക്കി പറഞ്ഞാൽ നമ്മളൊരു ധ്യാനകേന്ദ്രത്തിലേക്കും പള്ളിയിലേക്കും വരുമ്പോൾ ആടുകൾ ഇടയനെ അന്വേഷിച്ച് വരുന്നു. നമ്മളൊരു സിനിമാ കഥയുമായിട്ട് തിയേറ്ററിലോട്ട് ചെല്ലുമ്പോൾ ഇടയൻ ആടുകളെ അന്വേഷിച്ചു പോകും. ഈ ഒരു വ്യത്യാസം അതിനുണ്ട്. പിന്നെ ഇതിന് ഒരുപാട് നല്ല മേഖലകൾ, വലിയൊരു ദൈവകൃപ ഉള്ളൊരു മേഖലയാണ്. ഒത്തിരി കലാകാരന്മാർ, ആ ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയാണത്, ആ കല. ഈ മേഖലയിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇത് മനുഷ്യരുടെ മനസ്സിലേക്ക് കൊണ്ട് ചെല്ലുക. കാരണം ഈശോ എങ്ങനെ മനുഷ്യ മനസ്സിലേക്ക് വചനം കൊണ്ട് കയറി സമരിയാക്കാരൻ്റെ കഥ പറഞ്ഞു, ധൂർത്തപുത്രൻ്റെ കഥ പറഞ്ഞു. ആ കഥകളെല്ലാം പലതരത്തിൽ സിനിമകളായി. അന്ന് സിനിമ ഉണ്ടായിരുന്നെങ്കിൽ ഈശോ അത് കുറേ കൂടെ ആൾക്കാർ കാണട്ടെ എന്ന് വിചാരിച്ചേക്കും. അത്രേ ഉള്ളൂ കാര്യം. വളരെ വളരെ ഭംഗി അല്ലെങ്കിൽ ഒരു മനോഹരമായ ഒരു കാര്യമാണ് അച്ഛൻ പറഞ്ഞ് അവതരിപ്പിക്കുന്നത്. എങ്കിലും ഞാൻ ഇത് പറഞ്ഞപ്പോൾ അതിനകത്തൊരു പോയിന്റ് ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം മാർപ്പാപ്പ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ നമ്മൾ ഇടയൻ ആടുകളെ അന്വേഷിച്ച് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം, മാർപ്പാപ്പയുടെ തന്നെ മറ്റൊരു വളരെ ഭംഗിയുള്ളൊരു കാണാതായ ആടിൻ്റെ ഉപമയെക്കുറിച്ചുള്ളൊരു എക്സ്പ്ലനേഷൻ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കാരുണികൻ എന്ന് പറഞ്ഞ മാസികയിലാണ് അത് വായിച്ചത്. അതുമായി ബന്ധപ്പെട്ടതിലാണ് മാർപ്പാപ്പ പറയുന്നത്, എന്താ പറയുക, കർത്താവ് ഈശോ മിശിഹാ പറഞ്ഞത് 99 ആടിനെയും ആലയിൽ വിട്ടിട്ട് കാണാതായ ഒന്നിനെ തേടി പോകാനാണ്. മാർപ്പാപ്പ വചനഭാഗത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പക്ഷേ ഇന്നത്തെ സാഹചര്യം തീർത്തും വ്യത്യസ്തമാണ്. ഇന്ന് ആലയിൽ ഒരാട് മാത്രമേ ഉള്ളൂ, ബാക്കി 99 ആടും പുറത്താണ്. നമ്മൾ പക്ഷേ പലപ്പോഴും സഭയിൽ ഈ ഒരാടിനെ തീറ്റി പരിപാലിച്ച് പോഷിപ്പിച്ച് കുളിപ്പിച്ച് വസ്ത്രങ്ങൾ ഇടിവിച്ച് ഇടുന്ന തിരക്കിലാണ്. എല്ലോ വലുത് ചെയ്യുന്നൊരു പോലെ ഉള്ള ഒരു പ്രവണതയിലാണ് നമ്മൾ. പക്ഷെ നമ്മൾ ആ 99നെയും തേടിപ്പോണ്ട സമയം അതിക്രമിച്ചു. ഒരുപക്ഷെ അച്ഛൻ ഇന്ന് കാണുന്നത് പോലെ ജനമുള്ളിടത്തേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു സന്നദ്ധത വൈദികർക്കും സിസ്റ്റേഴ്സിനും അൽമായ നേതൃത്വത്തിനൊക്കെ അത്തരത്തിലുള്ളൊരു പ്രേക്ഷിത ദൗത്യം തിരിച്ചറിഞ്ഞുകൊണ്ട്
നമ്മളൊരു ഇടിക്കണി കണിച്ച് വെച്ചിട്ട് വരുന്നവരെ ചാടുന്നവരെ പിടിക്കുന്നതിന് പകരം ഇതുമായി നമ്മൾ ഇറങ്ങിച്ചെല്ലേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നുള്ളൊരു വലിയൊരു ബോധ്യമാണ്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും അച്ഛൻ എങ്ങനെ സിനിമ എടുക്കുക എന്ന് കേട്ട് കഴിഞ്ഞാൽ നാളെ എല്ലാവരും സിനിമ എടുക്കാൻ പോയാൽ ശരിയാവും? അതല്ല, നമ്മൾ തിരിച്ചറിയുക. ഞാനും സിനിമ എടുക്കുന്നു എന്ന് പറയുമ്പോൾ വ്യത്യാസമുണ്ട്. ഞാനൊരു കഥ എഴുതുകയാണ്. എടുത്താലും തെറ്റില്ല, അതിനുള്ള സാധ്യത ഉണ്ടെങ്കിൽ. അത് നമുക്ക് ദൈവം മനസ്സിൽ തരുന്ന ഒരു ഒഴുക്കുണ്ട്, അത് തിരിച്ചറിയുക എന്നുള്ളതാണ്. ആ തിരിച്ചറിഞ്ഞിട്ട് ആ മേഖലകളിലേക്ക് ഇറങ്ങിച്ചെല്ലുക. അങ്ങനെ സമൂഹത്തെ മുഴുവൻ, അല്ലേ, ഇത്തിരി പുളിമാവ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കും എന്ന് പറയുന്ന പോലെ സമൂഹത്തിൽ മുഴുവൻ അത് വ്യാപിക്കുക. അത് ഓരോരുത്തർക്കും ദൈവം കൊടുത്തിരിക്കുന്ന കൃപ. കർത്താവ് പറഞ്ഞതാണ് 2 താലന്ത് 4 ആക്കിയോ എന്നുള്ളതാണ്. അതിലൂടെ ഇറങ്ങിച്ചെല്ലുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എനിക്കറിയാം, റൈജു ഒരു വക്കീലാണ്. വൈദികരായ ഒരുപാട് വക്കീലന്മാരുണ്ട്. ഞാൻ റൈജുവിനെ കാണുമ്പോൾ ഓർക്കുന്നതാണ്, ഈ വക്കീൽ ഇത് പഠിച്ചിട്ട് ഒരുപക്ഷെ അതുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാവുന്ന മേഖലകളുണ്ട്. ഒരുപക്ഷെ ഇതൊക്കെ പഠിച്ചു എന്ന് മാത്രമായിട്ട് അവസാനിക്കുകയാണ്. ഫാദർ എന്നുള്ളതിൻ്റെ കൂടെ അഡ്വക്കേറ്റ് എന്നും കൂടെ ചേരുന്നു. പഠിച്ചത് കൊണ്ട് അവസാനിക്കുകയാണ്. അതുപോലെ ഓരോ മേഖലകളിലും നമുക്കിപ്പോൾ ഒറ്റയടിക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റാത്ത എല്ലാ മേഖലകളിലും ഓരോ മനുഷ്യൻ്റെ ഒരു എക്സ്ട്രാ ടാലൻറ്റ് ദൈവം നിക്ഷേപിച്ച് എന്താണെന്ന് ചിന്തിക്കുക. നമ്മളിപ്പോൾ ഒരു തെറ്റിദ്ധാരണ, ഇപ്പം ധ്യാനങ്ങൾ കൂടുമ്പം ബുദ്ധിയെ സമർപ്പിക്കുക എന്നൊരു കാര്യം കേൾക്കുമ്പം ആൾക്കാർ ധരിക്കുന്നത് ഇനി ബുദ്ധി ഉപയോഗിക്കാതിരിക്കുക. ബുദ്ധിയെ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിൾ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യന് ഉപകരിക്കുന്നതിന് വേണ്ടി മാത്രം അത് ഉപയോഗിക്കുക. കാരണം അത് കർത്താവിന് കൊടുത്തതാണ്. ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ടി ഉപയോഗിക്കുക. പക്ഷേ ആൾക്കാരൊരു ഡെഡ് ബോഡി സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്നുണ്ട്. ഡെഡ് ബോഡി സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡിയെ കണക്ക് അനുസരണം, ഡെഡ് ബോഡിയെ കണക്ക് പ്രശാന്തത, സൗമ്യത. ഈ ഡെഡ് ബോഡിയെ ആൾക്കാർ വാഴ്ത്തുമല്ലോ, അതുപോലെ ഒരു സൗമ്യതയിലേക്ക്, ശാന്തതയിലേക്ക്, പ്രതിസന്ധികളില്ലാത്ത ജീവിതത്തിലേക്ക് ഒതുങ്ങിപ്പോകുന്നതാണ് ആധ്യാത്മികത എന്ന് കുറച്ച് പേരെങ്കിലും ധരിക്കുന്നുണ്ട്. അത് വിട്ടിട്ട് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നു, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നു. ഇപ്പം നമുക്ക് 2 ലോകമൊന്നുമില്ല, ആധ്യാത്മിക ലോകവും ലൗകിക ലോകമൊന്നുമില്ല. ലോകം ഒന്നേ ഉള്ളൂ. ഇതിനെ നമ്മളെങ്ങനെ കാണുന്നു എന്നുള്ളത് മാത്രമാണ് കാര്യം. ഇപ്പം നമ്മൾ മാധ്യമങ്ങളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? മാധ്യമങ്ങളൊക്കെ തെറ്റാണ്, മോശമാണ്, അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യം. നമുക്കെന്തെങ്കിലും നല്ല കാര്യം പറയാനുണ്ടെങ്കിൽ അവിടെ ചെന്ന് പറയുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഓരോന്നിൻ്റെയും സിനിമയാണ്, അതിന് പണം മുടക്കുന്ന ആളുണ്ട്. വിനോദങ്ങൾ കാണാനാണ് വരുന്നത്, ആ വിനോദങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്ന് പറയണം. അപ്പോൾ അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അതിപ്പോൾ പ്രസംഗത്തിൽ പോലും ഒരു വചനം പ്രഘോഷിക്കുമ്പോഴും ആൾക്കാരത് കേൾക്കാൻ, സ്വീകരിക്കാൻ വേണ്ടി എത്രയോ തമാശകൾ പറഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനെയൊന്നും എതിർക്കുകയോ 2 ലോകമായിട്ട് വേർതിരിക്കുന്നതിന് കാര്യമില്ല. ഇതെല്ലാം നമ്മുടെ ഒരു ലോകമാണ്. അച്ഛാ, ഞാൻ അവസാന ഒരു ഭാഗമായിട്ട് ഞാൻ അച്ഛനോട് ചോദിക്കുന്നത്, ഇതിൻ്റെ എല്ലാം എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ ഒരു പ്രത്യേകമായ മറ്റൊരു കാര്യസം കൂടി ഹൈലൈറ്റ് ചെയ്യപ്പെടണം. വ്യക്തികളെ ഒരു വ്യക്തിപരമായി ഗൈഡ് ചെയ്യുന്നതിനും, ഗൈഡ് ചെയ്യുന്ന ഞാൻ പറയുന്നത് ഒരുപക്ഷെ ഇന്ന് ആളുകളെ ഒന്ന് കേൾക്കാനും, പക്വതയോടെ കേൾക്കാനും, ഒരു ക്ഷമയോടെ കേൾക്കാനും, പക്വതയോടെ അക്കമ്പനി ചെയ്യുക. ഞാൻ കുറച്ചുകൂടെ നല്ല വാക്ക് അതായിരിക്കും. അവരെ ഒന്ന് സഹയാത്രികരായിട്ട് അവരുടെ കൂടെ നടക്കാൻ പറ്റുന്ന ആളുകളുടെ അപ്രാപ്തത, ഒത്തിരി കൗൺസിലിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്ന് പല രൂപത്തിലുണ്ടെങ്കിലും ഒന്ന് ക്ഷമയോടെ കേട്ട് അവരിലൊരാളെ പോലെ അക്കമ്പനി ചെയ്യാൻ പറ്റുന്നൊരു കാരിസം അച്ഛനുണ്ട്. ധാരാളം ആളുകൾ അച്ഛൻ്റെ അടുത്ത് അങ്ങനെ വരുന്നുണ്ടെന്നാണ് എനിക്കറിയുന്നത്. അതുമായി ബന്ധപ്പെട്ടു അച്ഛൻ എന്താ പറയാനുള്ളത്? അതുപോലെ തന്നെ അച്ഛൻ്റെ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഒരുപക്ഷെ നമ്മുടെ ഈ ഒരു എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്ത് അച്ഛൻ എന്താ പറയാനുള്ളത്? റജു പറഞ്ഞ മറ്റുള്ളവരെ കേൾക്കുന്നത്, ഞാൻ ആ സിനിമയുടെ കാര്യം പറഞ്ഞ അതിൽ തന്നെ മനസ്സ് വെച്ച് കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നത്, ഒരു നിരവധി പേരുള്ള ഒരു വലിയ കഥ എഴുതി തീർത്തതിൻ്റെ പിന്നിൽ ഒരു കേൾവി തന്നെയാണ്. അതെങ്ങനെയാണ്? ഞാനൊരു ആശുപത്രിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു രാത്രി തൊട്ടടുത്തൊരു വീട്ടിലെ ഭാര്യയുടെ നിലവിളിയാണ്. മദ്യപിച്ച് വരുന്നൊരു ഭർത്താവിൻ്റെ പീഡനം കൊണ്ടൊരു ഭാര്യയുടെ നിലവിളി. ഉറങ്ങാതെ കിടന്ന് ആ നിലവിളി കേട്ടാണ്. ആ നിലവിളിയാണ് ഒരു ഭാര്യയ്ക്ക് എങ്ങനെ ഇങ്ങനൊരു ഭർത്താവിനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നൊരു ചിന്തയാണ് സിനിമയായി മാറിയത്. സിനിമയായിട്ടില്ല, അതിൻ്റെ ഒരു കഥയായിട്ട് മാറിയത്. അതിന് എനിക്കത് പറയുമ്പോൾ ഓർമ്മ, ആ കേൾവി, ആ ഒരു രാത്രിയത്തെ കേൾവിക്ക് ഈശോ പറഞ്ഞ് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ വെറുതെ കേൾക്കുന്നുണ്ട്. കേട്ടതിനെക്കുറിച്ച്, കാതിൽ വന്ന് വീണതിനെക്കുറിച്ച് മനസ്സുകൊണ്ട് രണ്ടാമതൊന്ന് കേൾക്കുമ്പോൾ അതൊരു സർഗാത്മക സൃഷ്ടിയായിട്ട് മാറുന്നു, ആൾക്കാരെ സ്പർശിക്കാനുള്ള. അതുപോലൊരു കേൾവി, നമ്മൾ ഹൃദയം തുറന്നു വെച്ചൊരു കേൾവി, ആ കേൾവി ഒരു അനേകർക്ക് ഉപയുക്തമായിട്ട് മാറുന്നു. ഇതുപോലെ
ആ കേൾവിക്കൊരു വലിയ പ്രാധാന്യമുണ്ട്. ഞാൻ എൻ്റെ കാര്യത്തേക്കാൾ കൂടുതൽ എൻ്റെ മനസ്സിലിങ്ങനെ ഇത് കേട്ടപ്പം മുതലൊരു കാര്യം ഇങ്ങനെ വെമ്പൽ കൊള്ളുന്നു കേൾവിയെക്കുറിച്ച് പറയാൻ. അത് ഞങ്ങളുടെ തന്നെ ഒരു അച്ഛൻ്റെയാണ്, മരിച്ചുപോയ ഇമ്മാനുവൽ അച്ഛനെന്ന് പറയും. 85 വയസ്സോടൊക്കെ ഉള്ളപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കേൾവിയെക്കുറിച്ച്, അത് എന്നെക്കുറിച്ചാണ് ചോദിച്ചെങ്കിലും അതിനേക്കാൾ നല്ല കേൾവികൾ എനിക്ക് പരിചയമുള്ളതുകൊണ്ട് അത് പറയാനാണ് മനസ്സിൽ വരുന്നത്. തീർച്ചയായിട്ടും. അദ്ദേഹം വാർദ്ധക്യത്തിൽ നടന്ന് 8:30 ആകുമ്പം ആശ്രമത്തിൻ്റെ കവാടം തുറന്നു നോക്കും. നടന്നു വരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല, നടക്കാനുള്ള ആരോഗ്യം അദ്ദേഹത്തിനില്ല. അദ്ദേഹം നിരങ്ങി വരുന്നു എന്ന് പറയാം. വന്നിട്ട് അപ്പോഴത്തേക്ക് ഒരുപാട് സങ്കടക്കാർ, അവരുടെ എല്ലാ സങ്കടം കേൾക്കും. ഉച്ചയാകുമ്പോൾ അവരുടെ എല്ലാം കൊമ്പസാരക്കൂട്ടിലേക്ക് വിടും. അത് കഴിഞ്ഞ് അച്ഛൻ ഇവരുടെ എല്ലാം കൊമ്പസാരം കേൾക്കും. അതൊരച്ഛൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത്ഭുതമൊന്നുമല്ല. പക്ഷേ ഒരു 85 വയസ്സിലൊരു അച്ഛൻ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, ഉച്ചയ്ക്ക് ശേഷം 4 മണിക്ക് വീണ്ടും അച്ഛൻ വന്ന് നോക്കും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അച്ഛൻ ഒടുവിൽ മരിച്ചപ്പോൾ എൻ്റെ ജൂനിയറായിട്ടുള്ളൊരു അച്ഛൻ സെബാസ്റ്റ്യൻ തൊബിയാസ് എന്ന് പറയും, അച്ഛനെക്കുറിച്ചുള്ള സ്മരണികയിൽ എഴുതിയൊരു വരിയാണ് എൻ്റെ മനസ്സിലിപ്പോൾ ഓർമ്മ വന്നത്. തില്ലേരി ആശ്രമത്തിന് അതിൻ്റെ കാത് നഷ്ടപ്പെട്ടു. കാത് നഷ്ടപ്പെട്ടു എന്ന് അത് വായിക്കുമ്പോൾ എൻ്റെ മനസ്സ് പറയുന്നത് സ്നേഹം നഷ്ടപ്പെട്ടു. ഇന്ന് ലോകത്ത് മുഴുവനും സങ്കടങ്ങൾ പറഞ്ഞൊഴിക്കാൻ ഒരുപാട് ആൾക്കാർ ഉണ്ട്. അതാണ് ഈ കൗൺസിലിംഗ് ഇത്ര ഇതാകുന്നത്. അത് കേൾക്കാൻ നമ്മൾ ഒരുപാട് ഉത്തരങ്ങൾ പറയണമെന്നല്ല, ആൾക്കാർക്ക് ആവശ്യം പരിഹാരങ്ങളല്ല, മറിച്ച് ഇതെല്ലാം ഒഴിച്ചു വയ്ക്കാൻ വേറൊരു ഹൃദയമുണ്ടോ, എൻ്റെ ഹൃദയത്തിലുള്ളതെല്ലാം ഒഴിച്ചു വയ്ക്കാൻ വേറൊരു ഹൃദയമുണ്ടോ, ആ ഹൃദയമാണ് കേൾവി. അത്തരത്തിൽ എൻ്റെ അനുഭവത്തിലും മനസ്സിലായിട്ടുണ്ട്. പലരും ആശ്വാസം കണ്ടെത്തുന്നത് പിന്നെ ഹൃദയം കൊണ്ട് കേട്ടാൽ ഇവരെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുക. ഞാനിത് പറയുമ്പോൾ പിന്നീട് ചിന്തിച്ചാൽ എനിക്ക് തോന്നുന്നു, എനിക്ക് കുറച്ചധികം സുഹൃത്തുക്കൾ, കുടുംബ ബന്ധങ്ങൾ പോലെയൊക്കെ ഉണ്ട്. അതിൽ പലതും ഒക്കെ അവരുടെ പ്രശ്നങ്ങൾ കേട്ടിട്ട് നമുക്ക് കേൾവി കൊണ്ട് അവസാനിച്ച് പോകാൻ പറ്റത്തില്ല. അവരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിലാണ് കേൾക്കുന്നത്. അവർ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നു, നമ്മൾ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നു. ഇതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നുമില്ല, അവരുടെയൊക്കെ സ്നേഹം നമുക്ക് ലഭിക്കുന്നു. അങ്ങനെ ഒരു വലിയൊരു ശൃംഖല, ഒരു വലിയ ജീവിതമായിട്ട് മാറിയാണ് കേൾവിക്ക്. അങ്ങനെ ഒരു ബൃഹത്തായ മേഖലയിലേക്ക് പോകാൻ പറ്റുന്നു. കേൾവിയാണ് ശുശ്രൂഷയുടെ ആരംഭമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈശോ പറഞ്ഞ ആ വരി ഒന്നും കൂടെ പറയുന്നു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അച്ഛൻ പറഞ്ഞ് നിർത്തിയെടുത്ത് തന്നെ ഞാനും ഇത് അവസാനിപ്പിക്കാം. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഒരുപക്ഷെ ഇന്ന് കാത് നഷ്ടപ്പെട്ട അവസ്ഥ വിവിധ തലങ്ങളിൽ, സമൂഹത്തിൽ, പ്രത്യേകിച്ച് സഭയിൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു ഡിസ്കഷൻ്റെ കോണ്ടെക്സ്റ്റിലും സഭയിൽ അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളുണ്ട്. ഒരുപക്ഷെ അൽമായ പ്രേക്ഷിതരും സന്യസ്തരായ പ്രേക്ഷിതരും പ്രത്യേകിച്ച് വൈദികരൊക്കെ ഈ കാത് നഷ്ടപ്പെട്ട അവസ്ഥയെ തിരിച്ചറിഞ്ഞ് അവരുടെ കാതുകൾ തുറന്നു വയ്ക്കുകയും അവരുടെ അടുക്കിലേക്ക് ഓടിയെത്തുന്ന ആളുകളുടെ ഹൃദയം അവർക്ക് അവരുടെ ഹൃദയത്തിലുള്ളത് ഒഴിക്കാൻ പറ്റുന്ന ഹൃദയങ്ങളായി തങ്ങളുടെ ഹൃദയങ്ങൾ മാറ്റിവെക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ ഈ സഭ ഇന്നത്തതിനേക്കാൾ എത്രയോ മനോഹരമാകും എന്ന് സത്യമാണ്. അച്ഛൻ്റെ ജീവിതത്തിൽ അത്തരമൊരു ബോധ്യത്തിൽ അച്ഛന് ദൈവം നൽകി, അത് വഴിയിലുപേക്ഷിക്കാതെ സ്വന്തം ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന അച്ഛൻ്റെ ഈ ഒരു വലിയ പ്രേക്ഷിത ജീവിതം ഇനിയും ധാരാളമായി മുന്നോട്ട് പോകാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വ്യത്യസ്തമായ രീതിയിലെ ഈ ദൈവവചന പ്രഘോഷണ രംഗത്തും അച്ഛൻ്റെ ഡേ ലൈറ്റ് ഇനിഷ്യേറ്റീവും അച്ഛൻ്റെ പുസ്തകങ്ങളും അച്ഛൻ ഇന്ന് സിനിമയുടെ തിരക്കഥ എഴുതുന്ന സാഹചര്യവും ഇതുപോലെ ഇനിയും വ്യത്യസ്തങ്ങളായ ധാരാളം മേഖലകളിൽ ഒരു ഇടയനായി കടന്നു ചെന്ന് ക്രിസ്തുവിൻ്റെ വെളിച്ചം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ അച്ഛനെ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അച്ഛൻ്റെ കാത് ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കട്ടെ. താങ്ക് യു. വലിയ മുക്കുവൻ്റെ കാലടിപ്പാടുകൾ പിഞ്ചെന്ന് പുത്തൻ ആകാശങ്ങൾ തേടുന്നവർ, കുരിശിനു താഴെ നിന്ന് കൃപയുടെ ഉറവ നുകരുന്നവർ, പുതിയ കാലഘട്ടങ്ങളിലേക്ക് ചുവടുകൾ വച്ച് പുത്തൻ വയലേലകൾ കണ്ടെത്തുന്നവർ, ക്രിസ്തുവിനെ ഇന്നിൻ്റെ സമയത്തിനൊത്ത് പകർന്നു നൽകുന്നവർ. അതെ, ഇവരാണ് ജോഷുവായുടെ പിന്മുറക്കാർ. തിരുസഭയുടെ വിശുദ്ധിയുടെ പരിമളം നുകരുവാനിതാ അനേകർ ഓടിയണയുന്നു. ദൈവപുത്രനിതാ കരുണയുടെ കൈവിരിച്ച് ഏവരെയും തൻ്റെ സ്നേഹത്തിലേക്ക് ചേർക്കുന്നു.
സുവിശേഷത്തിൻ്റെ പുത്തൻ കൃപാമാരിക്കായി നാം കൈകോർക്കുക, കാത്തിരിക്കുക. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ കേൾക്കാമോ, നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറി